നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ മെയിൻലി രണ്ട് സൈസിലുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. ഒരു ടൈപ്പ് ആളുകൾ എന്ന് വെച്ചാൽ അവർ വിത്ത് ഹിം മെൻറ്റാലിറ്റിയാണ്. രണ്ടാമത്തെ ആളുകൾ വിന്നർ മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. വിന്നർ മൈൻഡ് സെറ്റും വിത്ത് ഹിം മൈൻഡ് സെറ്റും ഇങ്ങനെ രണ്ട് രീതിയിലുള്ള മൈൻഡിലുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്താണ് വിത്ത് ഹിം മെൻറ്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എപ്പോഴും അവരുടെ പരാജയങ്ങളെയോ അവരുടെ ബുദ്ധിമുട്ടുകളെയോ അത് മറ്റുള്ളവരുടെ തോളിൽ ചാരി നിൽക്കാനായിട്ട് ശ്രമിക്കും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്താ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ശരിയാവാതെ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ പരാജയത്തിൻ്റെ കാരണം, എനിക്ക് വിജയിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരാണ്. അങ്ങനെ എപ്പോഴും അവരെന്ത് ചെയ്യും? അവർ മറ്റുള്ളവരിൽ എപ്പോഴും ചാരി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കും. എന്നാൽ പകരം ഈ വിന്നർ മൈൻഡ് സെറ്റുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ 100% എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വിന്നർ മൈൻഡ് സെറ്റിലുള്ളവർ. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പരാജയം ഉണ്ടായാലും അതിൽ നിന്നും എന്താണ് അവർക്ക് അടുത്തത് പഠിക്കാൻ പറ്റുക എന്നതാണ് അവർ എന്ത് ചെയ്യുകയുള്ളൂ, ചിന്തിക്കുകയുള്ളൂ. ഇതാണ് ഈ രണ്ട് മൈൻഡ് സെറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ ഏത് മൈൻഡ് സെറ്റിലുള്ള ആളുകളാണ്. നമ്മൾ വിത്ത് മൈൻഡ് സെറ്റിലാണോ ജീവിക്കുന്നത്, അതെയോ നമ്മൾ വിന്നർ മൈൻഡ് സെറ്റിലാണോ ജീവിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വിക്ടിം മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു വിന്നർ മൈൻഡ് സെറ്റിൽ വരാം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് സുന്ദരമായി പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നല്ല വിന്നർ മൈൻഡ് സെറ്റോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ബൈ.